السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് മറ്റൊരു ഷർത്തായ ഖിബിലയ്ക്ക് തിരിയുക, കഅബയിലേക്ക് തിരിയുക എന്നതിനെക്കുറിച്ച് നമുക്ക് ചെറിയ നിലക്ക് മനസ്സിലാക്കാം. നമ്മുടെ ശുദ്ധിയിൽ തന്നെ കുളിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. കുറച്ച് വിശദമായി ഹൈള്, നിഫാസ് പോലുള്ളതിൻ്റെയൊക്കെ മസലകൾ വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ടായതുകൊണ്ട് അത് മനഃപൂർവ്വം പിന്തിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. ഇപ്പോൾ കഅബ എന്ന നമ്മുടെ ഖിബില, നിസ്കാരത്തിൽ തിരിയേണ്ട ഖിബിലയിലേക്ക് തിരിയുക എന്ന നിസ്കാരത്തിൻ്റെ ഷർത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏത് നിസ്കാരത്തിലും നമ്മുടെ ഖിബില എന്ന് പറഞ്ഞാൽ നാം തിരിയേണ്ട സ്ഥലം എന്നാണ് ഖിബില കൊണ്ട് ഉദ്ദേശം. നാം തിരിയേണ്ടത് കഅബയിലേക്കാണ്. മക്കയിലെ കഅബ എന്ന് പറയുന്ന ആ കെട്ടിടത്തിലേക്കാണ് നാം തിരിയേണ്ടത്. ഇത് യാത്രക്കാർക്ക് സുന്നത്ത് നിസ്കാരത്തിൽ കഅബയിലേക്ക് തിരിയേണ്ടതില്ല. അത് നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട വലിയ ഒരു ഇളവാണ്. യാത്രക്കാരുടെ സുന്നത്ത് നിസ്കാരത്തിൽ കഅബയിലേക്ക് തിരിയൽ നിർബന്ധമില്ല. അവരുടെ ഖിബില, അവർ തിരിയേണ്ട സ്ഥലം, അവരെങ്ങോട്ടാണോ യാത്ര ചെയ്യുന്നത് അവിടേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവർ നിസ്കരിക്കേണ്ടത്. തൻ്റെ സോബുൽ മഖ്സദ് എന്ന് പറയും, അവൻ്റെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവൻ നിസ്കരിക്കേണ്ടത്. മറ്റു ഫർദ് നിസ്കാരങ്ങളൊക്കെ ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല. അത് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ എങ്ങോട്ടാണോ യാത്ര ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം. വാഹനത്തിലാണെങ്കിൽ സുജൂദും റുക്കുഉം ആംഗ്യം കാണിച്ച് ചെയ്താൽ മതിയാവും. റുക്കുഇനേക്കാൾ സുജൂദിൽ കുറച്ചുകൂടി താഴണം എന്ന് മാത്രം. അപ്പോൾ ഈ അളവ് ഉപയോഗപ്പെടുത്തി നാം ഒരു യാത്രയിലാണെങ്കിൽ നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി നാം ഫർള് നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി അവിടെ സമയം അവിടെ തന്നെ കളഞ്ഞോളണം എന്നില്ല. നമുക്ക് യാത്രയിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഇളവാണ്. കാറിലാണെങ്കിലോ ബസ്സിലാണെങ്കിലോ ഏത് വാഹനത്തിലാണെങ്കിലും ആ വാഹനത്തിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കാം. ഇനി കാൽനടയാണ് യാത്ര എങ്കിൽ കാൽനടക്കാർക്കും യാത്രയിൽ തന്നെ സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്. അവൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്തും അതുപോലെ റുക്കു, സുജൂദ് പോലുള്ളവ ചെയ്യുന്ന സമയത്തും മാത്രം കഅബയിലേക്ക് തിരിഞ്ഞാൽ മതിയാവും. ബാക്കി സമയത്ത് അവൻ്റെ സോബുൽ മഖ്സദിലേക്ക്, അവൻ്റെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ നേർക്ക് നടന്നുകൊണ്ട് തന്നെ അവന് സുന്നത്ത് നിസ്കരിക്കാം. ഇന്നിപ്പോൾ അത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം അങ്ങനെ നടന്നുകൊണ്ടുള്ള യാത്ര വളരെ അപൂർവമാണല്ലോ. ഒരു സഫർ എന്ന് പറയുമ്പോൾ നമ്മൾ വാഹനത്തിലേ പോവുകയുള്ളൂ. മറ്റേ ഹജ്ജിന് നടന്നു പോയ പോലെ ആരെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ. അപ്പം അങ്ങനെ നടന്ന് കണ്ടാണെങ്കിലും വാഹനത്തിലാണെങ്കിലും ഒക്കെ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിന് കഅബയിലേക്ക് തിരിയുക എന്നതിൽ ഇളവുണ്ട് എന്നാണ് കഅബയിലേക്ക് തിരിയുന്ന ഈ ഷർത്ത് പറയുന്നിടത്ത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഇളവ്. അതുപോലെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമ്പോൾ, ഏറ്റുമുട്ടുമ്പോൾ അനിവാര്യമായി വന്നാൽ ഖിബിലയും അതുപോലെ റുക്കുഉം സുജൂദും എല്ലാം നഷ്ടപ്പെട്ടാലും ഓടിക്കൊണ്ട് ചാടിക്കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും വെട്ടിയും തടുത്തും ഒക്കെ അതോടുകൂടി തന്നെ ഫർദ് നിസ്കാരം ഉൾപ്പെടെയുള്ള നിസ്കാരം നിസ്കരിക്കാം എന്നാണ് നിയമം. അതിന് സ്വലാത്ത് ശിദ്ദത്തുൽ ഖൗഫ് എന്ന് പറയും. പേടി കഠിനമായ സമയത്തുള്ള നിസ്കാരം. അവിടെ ഖിബില നഷ്ടപ്പെട്ടാൽ, കഅബ നഷ്ടപ്പെട്ടാൽ അവിടെ പ്രശ്നമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും 3 അനക്കം കൊണ്ട് നിസ്കാരം ബാത്തിലാകും എന്ന പ്രശ്നവും അവിടെ ഉദിക്കുന്നില്ല. അവന് എങ്ങനെ വേണമെങ്കിലും
യുദ്ധാവശ്യത്തിന് വേണ്ടിയുള്ള ഏത് അനക്കവും അവിടെ അനുവദിക്കപ്പെടും. നിസ്കാരം അതോടൊപ്പം തന്നെ ശരിയാവുകയും ചെയ്യും. ഇനി നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം ഖിബില തെറ്റി എന്നൊരാൾക്ക് ബോധ്യമായി. അങ്ങനെ പലപ്പോഴും സംഭവിക്കും. നമ്മളേതെങ്കിലും വീട്ടിൽ ചെന്ന് നമുക്ക് കിഴബന്ന ഭാഗത്തേക്കാണെന്ന് തോന്നി തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം നാം മടക്കേണ്ടതുണ്ട്. ഖിബില തെറ്റി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് മടക്കി നിസ്കരിക്കണം. ഇനി സംശയമുണ്ടായെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഖിബിലന്ന ഭാഗത്തേക്കാണ് എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അവിടെ ആ നിസ്കാരം പിന്നെ മടക്കേണ്ടതില്ല. ഒരു 4 റക്അത്ത് 4 ഭാഗത്തേക്കാണ് നിസ്കരിച്ചത് എന്ന് വെച്ചാലും അങ്ങനെ നിസ്കരിക്കാം എന്ന് തന്നെയാണ് നിയമം. ഒരു റക്അത്തിൽ അവന് തോന്നി ഈ ഭാഗത്തിലേക്കാണ് ഖിബില, മറ്റേ റക്അത്തിൽ അങ്ങോട്ടല്ല ഇപ്പുറത്തേക്കാണെന്ന് തോന്നി. അങ്ങനെ 4 റക്അത്ത് 4 ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ പോലും ആ നിസ്കാരത്തിന് തൽക്കാലം സഹീഹാകും എന്ന് തന്നെയാണ് വിധിയുള്ളത്. ഇനി ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുമ്പോൾ നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിക്കുക, ഇരിക്കാനും കഴിയാത്തവൻ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുക, ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കാനും കഴിയാത്തവൻ മലർന്ന് കിടന്ന് നിസ്കരിക്കുക എന്നൊക്കെയാണുള്ള നിയമം. അങ്ങനെ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുമ്പോൾ അവൻ്റെ തല തെക്കോട്ടോ വടക്കോട്ടോ ആക്കി നമ്മുടെ നെഞ്ച് ഖിബിലയിലേക്ക് കിഴബയിലേക്ക് തിരിക്കൽ നിർബന്ധമാണ്. വടക്കോട്ട് തല വെച്ച് വലതുഭാഗത്തുമേൽ കിടക്കലാണ് ഉത്തമം എന്ന് മാത്രം. അപ്പോൾ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കാം. ഞാൻ വെച്ചാൽ തെക്കോട്ടാണ് തല വെക്കുന്നതെങ്കിൽ ഇടതുഭാഗത്തുമേൽ ചെരിഞ്ഞിട്ട് ഖിബിലയിലേക്ക് തിരിക്കാം. രണ്ടായാലും നിസ്കാരം ശരിയാകും. പക്ഷേ ഏറ്റവും ഉത്തമം വലത് ഭാഗത്തേക്ക്, അതായത് വടക്ക് ഭാഗത്തേക്ക് തല ഭാഗമാക്കിയിട്ട് കാല് തെക്കോട്ടുമാക്കിയിട്ട് നമ്മുടെ നെഞ്ച് ഖിബിലയിലേക്ക് വരുന്ന വിധം ചെരിഞ്ഞ് കിടക്കലാണ് ഉത്തമം. നേരെ മറിച്ച് ചെയ്താലും, അതായത് തെക്കോട്ട് തലയാക്കി കിടന്നാലും നെഞ്ച് ഖിബിലയിലേക്ക് ആക്കലേ നിർബന്ധമുള്ളൂ. തല തെക്കോട്ടായി വടക്കോട്ടായി എന്നുള്ള പ്രശ്നമല്ല. പക്ഷെ വടക്കോട്ട് തലയാക്കി നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. ഇനി സാധാരണ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് സുന്നത്തുള്ളത്. അതായത് തലഭാഗം വടക്കോട്ടാക്കി നെഞ്ച് കിഴബയിലേക്ക് തിരിഞ്ഞ് കിടക്കലാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഏറ്റവും നല്ലത്. ഇതിന് സാധ്യമല്ലാത്ത ഇടത്ത് മലർന്ന് കിടന്ന് നിസ്കരിക്കുന്ന ആൾ ഖിബിലയിലേക്ക് തിരിയേണ്ടതുപോലെ തന്നെ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്ന ആൾ കാല് പടിഞ്ഞാറോട്ടാക്കിയിട്ട് തല കിഴക്കോട്ടാക്കിയിട്ട് ഒരു തലയിണ വെച്ച് തല ഉയർത്തി ഖിബിലയിലേക്ക് തിരിയുകയാണ് വേണ്ടത്. അപ്പോൾ അവൻ്റെ മുഖം ഖിബിലയിലേക്കാവും. നെഞ്ച് ആകാശത്തേക്കിലേക്കായാലും കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല എന്നൊരു കാര്യമല്ലോ, മലർന്നു കിടക്കാനല്ലേ സാധിക്കുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നാണല്ലോ. ഏതൊരാളോടും അള്ളാഹു അവൻ്റെ കഴിവിൽപ്പെട്ടതിനെ അല്ലാതെ കൽപ്പിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് ഇവിടെ അവന് സാധിക്കുന്നവൻ്റെ മുഖം കൊണ്ട് കിഴബയിലേക്ക് തിരിയുക എന്നതാണ്. അതുകൊണ്ടാണ് ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആൾക്ക് മലർന്ന് കിടന്ന് നിസ്കരിച്ച നിസ്കാരം ശരിയാവില്ല എന്ന് ആണ് വിധി. അതിന് കാരണം ഇതാണ്, അവന് കിബിലയിലേക്ക് തിരിക്കേണ്ട നെഞ്ചുകൊണ്ടുള്ള തിരിയൽ അവനൊരിക്കലും സാധ്യമാവില്ല. അപ്പോൾ അതിനുള്ള ഒരു ഇളവ് എന്ന നിലക്കാണ് മുഖം തിരിച്ചാൽ മതി. ഒരു തലയിണ പോലത്തത് വെച്ച് കിഴവൻ്റെ ഭാഗത്തേക്ക് മുഖം ആക്കിയിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി ഒരാൾക്ക് കിബില എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ കിബില മനസ്സിലാകുന്നില്ലെങ്കിൽ തൽക്കാലം എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് നിസ്കരിച്ച് പിന്നീട് ആ നിസ്കാരം മടക്കുകയാണ് വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഐനുൽ കിബില ജിഹത്തുൽ കിബില എന്ന് പറഞ്ഞ് ഒരു മസ്അലത്തർക്കം മദ്ഹബുകൾക്കിടയിലുണ്ട്. നമ്മുടെ മദ്ഹബിൽ ഐനുൽ കിബിലയിലേക്ക് തന്നെ തിരിയൽ നിർബന്ധമാണ്. അതായത് കൃത്യം കഅബയുടെ ആ തടിയിലേക്ക് തന്നെ തിരിയൽ നിർബന്ധമാണ് എന്നാണ് നമ്മുടെ മദ്ഹബ്. അവിടെ ജിഹത്ത് എന്ന് പറയും, കിബിലയുടെ ആ ജിഹത്തിലേക്ക് തിരിഞ്ഞാൽ മതി. ഒരു 45 ഡിഗ്രി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അടക്കമുള്ള ഒരു 45 ഡിഗ്രി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ജിഹത്തുൽ കിബില കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ മദ്ഹബിൽ അങ്ങനെ തെറ്റാൻ പാടില്ല എന്നും കഅബയിലേക്ക് കൃത്യമായി തന്നെ
തെറ്റണമെന്നുമാണ് നമ്മുടെ മദ്ഹബിലുള്ളത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബലാത്കാരം ചെയ്യപ്പെട്ടവൻ്റെ കാര്യമാണ്. ഒരാളെ ബലാത്കാരം ചെയ്യപ്പെട്ടുകൊണ്ട് ഖിബലയിലേക്ക് തിരിയാൻ സമ്മതിക്കാതെ ശത്രുക്കളോ അല്ലെങ്കിൽ പോലീസോ മറ്റോ ഇവനെ അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥയിൽ കുടുക്കി എന്ന് വിചാരിക്കുക. എന്നാൽ തൽക്കാലം ഖിബലയിലേക്ക് തിരിയാതെ തന്നെ അവൻ നിസ്കരിക്കാവുന്നതാണ്. അവൻ്റെ കാര്യത്തിൽ അളവുണ്ട് എന്നതുമാണ് അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഖിബലയിലേക്ക് തിരിയുക എന്നതിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കുവാനും ദീനി അഹ്കാമുകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉഖ്റവിയായ വിജയം നേടാനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. കൂടുതൽ അറിവ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോട് ദുആ വസിയ്യത്തോട് കൂടിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.